السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയുടെ 7 ആയത്തുകളാണ് അർത്ഥസഹിതം നാം മനസ്സിലാക്കിയത്. ഇനി തുടർന്നുള്ള 2-3 ആയത്തുകളുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. ومن الناس من يقول آمنا بالله وباليوم الآخر. ജനങ്ങളിൽ ഒരു കൂട്ടരുണ്ട്, ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. വമാഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ വിശ്വാസികളല്ല തന്നെ. നമ്മൾ 2 വിഭാഗം ആളുകളെ കുറിച്ചാണ് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ആദ്യത്തെ വിഭാഗം സത്യവിശ്വാസികൾ, മുഅ്മിനുകൾ. അവരാരാണ് എന്ന് വിശദീകരിച്ചു. അവരുടെ സവിശേഷതകൾ എന്താണ് എന്ന് പറഞ്ഞു. ആരാണ് സത്യവിശ്വാസികൾ, എന്താണ് അവരുടെ ഗുണങ്ങൾ, എന്താണ് അവരുടെ സവിശേഷതകൾ, അവർക്കാണ് പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുക. രണ്ടാമത്തെ വിഭാഗം സത്യനിഷേധികൾ, കാഫിറുകൾ. അവരാരാണ് എന്നും അവരുടെ സവിശേഷതകൾ എന്താണ് എന്നും വിശദീകരിച്ചു 2 ആയത്തിൽ. ആദ്യത്തെ 5 ആയത്ത് സത്യവിശ്വാസികളെക്കുറിച്ചും പിന്നീടുള്ള 2 ആയത്ത് സത്യനിഷേധികളെക്കുറിച്ചുമായിരുന്നു. ഇനി പറയാൻ പോകുന്നത് വേറെയൊരു വിഭാഗത്തെക്കുറിച്ചാണ്. മൂന്നാമതൊരു വിഭാഗം കപടവിശ്വാസികൾ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന, അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഇവർ യഥാർത്ഥത്തിൽ സത്യനിഷേധികൾ തന്നെയാണ്. കാഫിറുകളുടെ ഒരു എക്സ്റ്റൻഷനാണ് മുനാഫിക്കുകൾ. പക്ഷെ ഇവർക്ക് ചില സവിശേഷമായ പ്രത്യേകമായ ചില അടയാളങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം പേരെടുത്ത് പറയുന്നത്. ഇനി തുടർന്ന് വരുന്ന 10-13 ആയത്തുകൾ ഇവരെക്കുറിച്ചാണ്. 5 ആയത്തുകൾ സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു, 2 ആയത്തുകൾ സത്യനിഷേധികളെക്കുറിച്ച് പറഞ്ഞു. ഇനി 13 ആയത്തുകൾ കപടവിശ്വാസികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതാണ് ഇനി വരാൻ പോകുന്ന പരാമർശങ്ങൾ. ആരാണ് മുനാഫിക്കുകൾ, എന്താണ് അവരുടെ സവിശേഷത. ഈ 3 വിഭാഗത്തെയും പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഈ 3 വിഭാഗത്തിന്റെ പേരിലും സൂറത്തുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ അങ്ങനെ ഒരു സൂറത്തുണ്ട് അല്ലേ. സൂറത്ത് അൽ കാഫിറൂൻ അങ്ങനെ ഒരു സൂറത്തുണ്ട്. സൂറത്ത് അൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തുണ്ട്. ഈ 3 വിഭാഗങ്ങളുടെ സവിശേഷതകൾ, അവരുടെ നിലപാടുകൾ, അവരുടെ ഇടപാടുകൾ,
എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരെ തിരിച്ചറിയുക, ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും അടയാളപ്പെടുത്തിയതിന് ശേഷം ഇനി സത്യനിഷേധികളിൽ തന്നെ പെട്ട എന്നാൽ കൂടുതൽ അപകടകാരികളായ ഒരു വിഭാഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അപ്പൊ വിശ്വാസികളാകാതെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുന്നവർ, ഇവരാണ് മുനാഫിക്കുകൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാഫിറുകൾ എന്ന് നമ്മൾ വളരെ ലാഘവത്തോടുകൂടി ഉപയോഗിക്കാറുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫിറുകൾ ഇങ്ങനെ പറയാറുണ്ട്. ആ നിലപാട് ശരിയല്ല എന്നും ആരാണ് യഥാർത്ഥത്തിൽ കാഫിർ എന്നും കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ തന്നെ വളരെ ലാഘവത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മുനാഫിക്ക്. മുസ്ലിങ്ങൾ വ്യാപകമായിട്ട് അവൻ മുനാഫിക്കാണ്. അങ്ങനെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ കുത്തും കോമയില്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാരെയും വിളിക്കാൻ പറ്റിയ ഒരു പേരല്ല മുനാഫിക്ക്. വളരെ എത്രത്തോളം എന്ന് വെച്ചാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി മുനാഫിഖാണ് എന്നറിയാവുന്ന ആളുകളെ വരെ മുനാഫിക്ക് എന്ന് വിളിച്ചിട്ടില്ല. 100% മുനാഫിഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അത്തരത്തിലുള്ള ആളുകളെ പോലും അവരുടെ നേതാവ് അബ്ദുള്ള എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പോടാ നീ മുനാഫിക്കാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ടില്ല. പിന്നെ നമ്മൾ സത്യവിശ്വാസികൾ ഒന്നുകിൽ സംഘടനാപരമായ പക്ഷപാതിത്വം കൊണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിദ്വേഷം കൊണ്ട് ആളുകള് അവ മുനാഫിക്കാണ് ഇവ മുനാഫിക്കാണ് എന്നൊന്നും പറയുന്നത് ശരിയായ നിലപാടല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി നമ്മൾ ആരാണ് മുനാഫിക്ക് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈമാനിൽ കുറവുള്ള ആളുകളല്ല മുനാഫിക്ക്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈമാൻ എല്ലാവർക്കും ഒരുപോലെ അല്ല. എല്ലാവരുടെയും ഈമാൻ ഒരേ വിധാനത്തിലല്ല എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് ആളുകൾ, ഈ ആളുകളുടെയൊക്കെ ഈമാൻ ഒരേ വിധാനാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി സഹീഹായ ഹദീസുകളിൽ കാണാം, അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ ഇങ്ങനെ കുറയും ചെയ്യും കൂടുകയും ചെയ്യും, കൂടുകയും ചെയ്യും കുറയും ചെയ്യും. സത്യവിശ്വാസികളുടെ തന്നെ ഈമാൻ കുറയും ചെയ്യും കൂടുകയും ചെയ്യും. അപ്പൊ ഈമാൻ ചിലപ്പോൾ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവൻ ഉടൻ മുനാഫിക്കായി എന്നൊന്നും നമ്മൾ എഴുതി തള്ളേണ്ടതില്ല. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കണമല്ല, നിഫാഖ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടോ, നമ്മുടെ നിലപാടുകളിൽ കടന്നു വരുന്നുണ്ടോ, നമ്മുടെ ഇടപാടുകളിൽ കടന്നു വരുന്നുണ്ടോ, ഇത് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കേണ്ടതാണ്. നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കാതെ അവൻ മുനാഫിക്കാണ് മറ്റവൻ മുനാഫിക്കാണെന്ന് പറഞ്ഞ നടക്കലാണ് പൊതുവായ രീതി. അതൊരിക്കലും ശരിയല്ല. ഈമാൻ കുറഞ്ഞു വരുന്നതിനെ അല്ല നിഫാഖ് എന്ന് പറയുന്നത്. നിഫാഖ് എന്ന് പറയുന്നത് അകത്ത് ഒരു നിലപാടും പുറത്ത് വേറൊരു നിലപാടും. മനസ്സിൽ അശേഷം അള്ളാഹുവിൽ വിശ്വാസമല്ല, നബിയിലും വിശ്വാസമല്ല, പരലോകത്തിലും വിശ്വാസമല്ല. പക്ഷെ പുറത്ത് ഞാനെന്ത് നല്ല വിശ്വാസിയാണ്, ഞാൻ നിങ്ങളൊപ്പം തന്നെ അല്ലേ, ഞാനല്ലേ ഒന്നാമത്തെ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വിശ്വാസിയായി നടിക്കലും അകത്ത് വിശ്വാസമില്ലാത്ത അവസ്ഥയും, ഇതാണ് യഥാർത്ഥത്തിൽ നിഫാഖ് മുനാഫിഖ് എന്ന് പറയുന്നത്. വിശ്വാസമില്ല അയാൾക്ക്, പക്ഷെ വിശ്വാസമുണ്ട് എന്ന് പുറത്ത് പറയാം. അതാണ് ഇവിടെ യഖൂലൂന എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു മൻ യഖൂലു ആമന്നാ ബില്ലാഹ്, അവർ ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുളാരിയായ ഫിലാണ് ഖാല യഖൂലു, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലും വിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള കൂട്ടരാണ് മുനാഫിക്കുകൾ. മുനാഫിക്കുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ
ഇങ്ങനെ ഒരു വിഭാഗത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞ് കൈകാര്യം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിലാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മുനാഫിഖുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ശരിക്കുണ്ടാകുന്നത് മദീനയിലാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നതിന് മുമ്പേ അവിടെ രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ആരാണ് മുനാഫിഖുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ചരിത്രം അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമാണ്. അഥവാ അവിടുത്തെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ, അതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട അറബി ഗോത്രങ്ങൾ. ഈ ഗോത്രങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തുകയും എന്നിട്ട് യസ്രിബിന്റെ നേതാവായി, രാജാവായി, ഭരണാധികാരിയായി ഒരാളെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അപ്പോൾ നമ്മുടെ യസ്രിബിലെ നമ്മുടെ നേതാവ്, നമ്മുടെ ഭരണാധികാരി ഇനി മുതൽ അബ്ദുള്ളയായിരിക്കും എന്നെല്ലാവരും പൊതുവെ അംഗീകരിക്കുകയും യോജിക്കുകയും അറബ് ഗോത്രങ്ങൾ അവരുടെ വൈരവും ശത്രുതയും ഒക്കെ മാറ്റിവെച്ച് ഈ നേതാവിനെ രാജാവായി വാഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് വരുന്നത്. അതോടുകൂടി ഈ ഉരുട്ടിക്കൂട്ടി കൊണ്ടുവന്ന എല്ലാം തകർന്നടിഞ്ഞു. പിന്നെ ആരെ വേണ്ട? അബ്ദുള്ളയെ വേണ്ട. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ എല്ലാവരും മറന്നു. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാട്ടും പാടി സ്വീകരിച്ചു. യസ്രിബിലുണ്ടായിരുന്ന അറബ് ഗോത്രങ്ങളും ജൂതഗോത്രങ്ങളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവായി സ്വീകരിച്ചു. ഇത് ഈ അബ്ദുള്ളയിൽ വലിയ നിരാശ പടർത്തി. പക്ഷേ അദ്ദേഹം പരസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ മുന്നോട്ട് വന്നില്ല. വരാതിരിക്കാൻ കാരണം ആളുകളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെയാണ്. ഇപ്പൊ ഇയാൾ ഈ നബിക്കെതിരെ വന്നാൽ അയാൾക്ക് വല്ലാതൊന്നും ആളെ കിട്ടില്ല. വളരെ കുറച്ച് ആളെ കിട്ടിയാൽ തന്നെ അതോടുകൂടി തന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും എന്ന് മനസ്സിലായപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഒരു തന്ത്രപരമായ നിലപാടെടുത്തു. അതെന്താന്ന് വെച്ചാൽ, നമ്മളും മുഹമ്മദിന്റെ ആളായിട്ടാണ് നടക്കുക. എന്നപ്പോ എനിക്കിപ്പോ പ്രസിഡൻസി അല്ലേ പോയിട്ടുള്ളൂ, നേതൃസ്ഥാനമല്ലേ പോയിട്ടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയാൽ ഒരുപക്ഷെ എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയാലോ, ഒരുപക്ഷെ എനിക്കും അടുത്തടുത്ത സ്ഥാനങ്ങൾ എനിക്ക് കിട്ടുമല്ലോ. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഇതുപോലെ മനസ്സിൽ നിഫാക്കുള്ള ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളായിട്ടങ്ങ് നടിക്കാൻ തുടങ്ങി. അങ്ങനെ പള്ളിയിലൊക്കെ, നബിന്റെ പള്ളിയിലൊക്കെ ഒന്നാമത്തെ സഫിലുണ്ടാകും അബ്ദുള്ള. ഒന്നാമത്തെ സഫിലുണ്ടാകുമെന്ന് മാത്രമല്ല, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലായിരുന്നു പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ നബിക്ക് അവസരം, നബി ഇതാ വരാൻ പോകുന്നു, നബി തങ്ങളോട് സംസാരിക്കാൻ പോകുന്നു, നമ്മളെ എല്ലാവരും ഉണ്ടായിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്മൾ സാധാരണ പറയേണ്ട ഒരു ആളാകുക എന്ന് പറയുന്നത് മൂപ്പരുടെ പ്രധാന പണി അതായിരുന്നു. എല്ലാവരും ഉണ്ടായിരിക്കും, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്, നബി ഇപ്പൊ നിങ്ങളോട് പ്രസംഗിക്കാൻ പോവുകയാണ്, നബി ആരാമെന്ന് നഗറിയിലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വളരെ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട വ്യക്തിത്വമാണെന്നൊക്കെ പറഞ്ഞ് നബിനെ ഒന്ന് പരിചയപ്പെടുത്തും, ഒന്ന് മൊഞ്ചാക്കും. ഇതൊക്കെയായിരുന്നു മൂപ്പരുടെ പരിപാടി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അരിശവും അസൂയയും വെറുപ്പുമുണ്ട് നബിയോടും ഇസ്ലാമിനോടും. പക്ഷെ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നതിന് പകരം നമ്മളും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, പരലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും മുഹമ്മദ് നബിയുടെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം. ഇതാണ് ഒരു വിഭാഗം മുനാഫിഖുകൾ. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിലുള്ള സത്യവിശ്വാസികളാണെന്നും പറഞ്ഞ് മുഅ്മിനുകളുടെ കൂടെ കൂടി പള്ളിയിൽ അവരുടെ കൂടെ, നമസ്കരിക്കുമ്പോൾ അവരുടെ കൂടെ, നോമ്പുറക്കുമ്പോൾ അവരുടെ കൂടെ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടർ. വേറൊരു കൂട്ടരുണ്ട്, അവരും വിശ്വാസികളാണെന്ന് പറയും. ജൂതന്മാർ, മദീനയിലുണ്ടായിരുന്ന വേറൊരു കൂട്ടർ ജൂത നേതാക്കന്മാർ, അവരും വിശ്വാസികളാണ്. മുസ്ലിങ്ങളോട് മുഅ്മിനുകളൊക്കെ കാണുമ്പോൾ അവർ പറയും, ഞങ്ങളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ തന്നെയാണല്ലോ, ഞങ്ങൾക്കും പരലോകത്തിൽ വിശ്വാസമുണ്ട്, ഞങ്ങളും ഒന്നല്ലേ എന്നൊക്കെ പറയുന്ന ജൂത പണ്ഡിതന്മാരും ജൂത നേതൃത്വവും. ഇതും ഒരു തരം നിഫാഖാണ്. അവരെ കൂടി ഈ വിഭാഗത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തഫ്സീറുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വമിനൻ നാസി, ജനങ്ങളിൽ ഒരു കൂട്ടരുണ്ട്, മൻ യഖൂലു, അവർ അവകാശപ്പെടുന്നു, അവർ പറയുന്നു, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ,
അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. വമാഹും ബിമുഅ്മിനീൻ, എന്നാൽ അവർ വിശ്വാസികളല്ല കേട്ടോ, വിശ്വാസികളേ അല്ല. ഇവർ സത്യനിഷേധികളുടെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ പറഞ്ഞത്. സത്യവിശ്വാസികളും സത്യനിഷേധികളും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു കൂട്ടർ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ സന്നദ്ധരാണ് എന്ന് പറയുന്നു. അവർ വിശ്വാസികളാണ്. അവരുടെ സവിശേഷതകൾ നമ്മൾ കഴിഞ്ഞ ഈ 5 ആയത്തുകളിലൂടെ പഠിച്ചു. അവര് ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാണ്, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്നവരാണ്, അള്ളാഹു പറഞ്ഞതുപോലെ ചെലവഴിക്കുന്നവർ. ഇങ്ങനെയുള്ള ഈ വിഭാഗമാണ് സത്യവിശ്വാസികൾ. വേറൊരു ഇതിനൊക്കെ പരസ്യമായി എതിർക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ അള്ളാഹുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അള്ളയുണ്ട്, വേറെയും കുറെ ദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു, ഞങ്ങൾക്കിത് ആവശ്യമില്ല, ഞങ്ങൾക്ക് പരലോകത്തിൽ ഒരു വിശ്വാസമില്ല എന്ന് പറയുന്ന വളരെ വ്യക്തമായി സത്യം വന്നെത്തിയിട്ട് അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്നു. ഇത് രണ്ടും വ്യക്തമാണ്. ആരാണ് സത്യവിശ്വാസികൾ എന്ന് വ്യക്തം, ആരാണ് സത്യനിഷേധികൾ എന്ന് വ്യക്തം. പക്ഷെ അവ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവരാണ് ഈ മുനാഫിക്കുകൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാ 145-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കുകളാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ, അവരാണ് ഏറ്റവും ശക്തി കൂടിയ കാഫിറുകൾ. അവർ യഥാർത്ഥത്തിൽ കാഫിറുകളാണ്, പക്ഷെ കാഫിറുകളാണെന്ന് തുറന്നു പറയാതെ മുസ്ലിങ്ങളുടെ കൂടെ കൂടിയവരാണ്. അവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അഗാധമായ അടിത്തട്ടിലായിരിക്കും മുനാഫിക്കുകൾ എന്ന് പ്രത്യേകം പറഞ്ഞു. സൂറത്തുൻ നിസായിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 142, 143 ആയത്തുകളിൽ ആരാണ് മുനാഫിക്കുകൾ എന്നൊന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. തീർച്ചയായും മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ പറ്റിക്കുകയാണ്. മനുഷ്യന്മാരെ മാത്രം പറ്റിക്കല്ല, അവർ പടച്ചവനെയും പറ്റിക്കുകയാണ്. എന്നാൽ വഹുവ ഖാദിഉഹും, അള്ളാഹു അവരെയാണ് യഥാർത്ഥത്തിൽ പറ്റിക്കുന്നത്. അവർ നമസ്കരിക്കാൻ നിന്നാൽ വളരെ മടിയന്മാരും അലസന്മാരുമായിരിക്കും. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ കാര്യങ്ങൾ ചെയ്യുക, നമസ്കരിക്കുന്നതും ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നതും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ അവർ വളരെ കുറച്ചേ ഓർക്കുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയുന്നു, മുദബ്ബീന ബൈന ദാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി. അവർ 2 തോണിയിൽ കാലിട്ടവരാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് 2 തോണിയിൽ കാലിട്ടവർ. എന്താ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? ഇയാള് വെള്ളത്തിൽ വീഴും, ഫലത്തിൽ അതാ സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവരിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവിടെയാണോ ചോദിച്ചാൽ അവിടെയാണ്, അവിടെ അല്ലേന്ന് ചോദിച്ചാൽ അവിടെ അല്ല, ഇവിടെയാണോ ചോദിച്ചാൽ ഇവിടെയാണ്, ഇവിടെയാണോ ചോദിച്ചാൽ ഇവിടെ അല്ല. മുദബ്ബീന ബൈന ദാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി. ഇവിടെയില്ല അവിടെയില്ല, എന്നാ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ടോ അവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു കൂട്ടരാണ് ഇവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സൂറത്തുൻ നിസായിൽ മുനാഫിക്കുകളെ വിശദീകരിക്കുന്നത്. ഇനി മുനാഫിഖൂൻ, അൽ മുനാഫിഖൂൻ എന്നൊരു സൂറത്തുണ്ട്. ആ സൂറത്ത് തുടങ്ങുന്ന എങ്ങനെയെന്നറിയോ? ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിക്കുകൾ നിന്റെ അടുത്ത് വരുമ്പോഴൊക്കെ അവര് പറയും, അള്ളാഹുവിന്റെ റസൂലാണ് താങ്കൾ എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ അള്ളാഹ് പറയാണ്, വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, തീർച്ചയായും നീ അള്ളാന്റെ റസൂലാണെന്ന് അള്ളാഹ്ക്കറിയാം. അവര് വന്നിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടൊന്നും വേണ്ട. വല്ലാഹു യശ്ഹദു എന്ന വേറൊരു കാര്യം നീ കേട്ടോ, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. വേറൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് പ്രഖ്യാപിക്കുന്നു, അള്ളാഹ് സാക്ഷ്യം വഹിക്കുന്നു, ഈ മുനാഫിക്കുകൾ പച്ചക്കള്ളം പറയുന്നവരാണ്. വേറെ പറയില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, ഈ കൂട്ടരെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, വെറും നുണയാണ് അവർ പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയും, ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ ഫസദ്ദൂ അൻ സബീലില്ലാഹ്.
മുനാഫിക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കുന്നത്? വിശ്വാസത്തെ അവരൊരു കവറായിട്ട് ഉപയോഗപ്പെടുത്തും. വിശ്വാസം അവർക്കൊരു പരിചയമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ, കള്ളത്തരം ചെയ്യാൻ ഒരു മൂടുപടം. അതിനാണ് അവരെന്തുപയോഗിക്കുന്നത്? അവരുടെ ഈ ഈമാൻ ഉപയോഗിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. വെറും കള്ളന്മാരാണ്. പറയുന്നത് വേറൊന്നും മനസ്സിൽ വേറൊന്നുമായിരിക്കും അവരുടേത്. ഇതാണ് സൂറത്തുൽ മുനാഫിഖൂൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശദീകരിക്കുന്നത്, അവരെ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ കാപട്യം എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മെച്ചമുണ്ടാവുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതപ്പോ നല്ല നിലപാട്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഓന്തിന്റെ നിലപാട്. എന്താ ഈ ഓന്തിന്റെ നിലപാട്? എവിടെയാണോ അത് നിൽക്കുന്നത് അതിന്റെ കളർ സ്വീകരിക്കും അല്ലേ? ഇവിടെയാണെങ്കിൽ അതിന്റെ കളർ, അവിടെയാണെങ്കിൽ അതിന്റെ കളർ. ഈ നിലപാടാണ് യഥാർത്ഥത്തിൽ നിഫാഖിന്റെ നിലപാട്. ഇനി അത് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇവരെന്താ വിചാരിക്കുക? ഇതാ നല്ലതെന്നാണ് ഇപ്പൊ അവര് വിചാരിക്കുന്നത്. നമുക്കിപ്പോ ഇവിടെ നിലനിൽക്കാൻ, ഈ മദീനത്ത് നമുക്ക് സുഖമായി ജീവിക്കാൻ നല്ല നിലപാട് ഇതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതാരും അറിയുന്നില്ല എന്നാണ് അവരുടെ വിചാരം. നമ്മൾ സാധാരണ പറയാറുണ്ട് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നു. പൂച്ചന്റെ വിചാരം എന്താ? ഇതാരും കാണുന്നില്ല. നമ്മൾ തന്നെ ഇപ്പോ എന്തെങ്കിലും ഒന്ന് ആളുകൾ കാണാത്തത് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ണടച്ച് ചെയ്താൽ ഇതിപ്പോ ആരും കാണുന്നില്ല എന്നാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിലോ അയാൾ എന്തുമാത്രം വിഡ്ഢിയാണോ അതിനേക്കാൾ വലിയ വിഡ്ഢിയാണ് ഈ മുനാഫിഖ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമിനൻ നാസി, ജനങ്ങളിൽ ഒരു കൂട്ടരുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വമിനൻ നാസി എന്നാണ് പറഞ്ഞത്, വമിനൽ മുഅ്മിനീന എന്നല്ല. മുഅ്മിനുകളിൽപ്പെട്ട ഒരു കൂട്ടര് കപട വിശ്വാസികളാണെന്നല്ല. ഇവർ മുഅ്മിനുകളിൽപ്പെട്ടവരെ അല്ല, ജനങ്ങളിൽപ്പെട്ടവർ അഥവാ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്. വിശ്വാസികളാണെന്ന് പറഞ്ഞു നടക്കും, പക്ഷെ അവർ വിശ്വാസികളല്ല. അവരൊരു പക്ഷെ ജൂതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നവരായിരിക്കാം. പക്ഷെ അവര് വിശ്വാസം സ്വീകരിച്ചവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ നിലപാട് കാപട്യാണ്. ഒന്നും തുറന്നു പറയാത്തവരാണ് അവർ. മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെച്ച് പരസ്യമായിട്ട് വേറൊന്ന് പറയുന്നവർ. അവരാണ് ഈ ജനങ്ങളിൽ ഒരു കൂട്ടർ എന്ന് പറയും. ഒമിനൻ നാസി എന്നവർ. പിന്നെ മൻ യഖൂലു എന്ന് പറഞ്ഞു. മൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു കൂട്ടർ. യഖൂലു അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു വട്ടം പറഞ്ഞ് അവസാനിപ്പിക്കില്ല. ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയല്ലേ. കാണുമ്പോൾ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് കേട്ടോ, നിങ്ങൾ നമ്മളെ മറക്കരുത് കേട്ടോ, നമ്മൾ വിശ്വാസികളാണ് കേട്ടോ. ഇതിങ്ങനെ നിരന്തരം നാവുകൊണ്ട് പറയുന്ന ഒരു കൂട്ടർ. അള്ളാഹുവിലും പരലോകത്തിലും ഞങ്ങൾ വിശ്വസിക്കും. ഇവിടെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനിടയിൽ വിട്ടുപോയിട്ടുണ്ട്. അതെന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക. അതിന്റെ ഇടയിൽ ഒരു സാധനമുണ്ട്. എന്താ? പ്രവാചകന്മാരുടെ വിശ്വാസം. അത് ഇവർ പറയുന്നില്ല. അതിന് പ്രധാനമായുള്ള കാരണം എന്താ വെച്ചാൽ ഇത് തുറന്ന് പറയാവുന്ന ഒരു പരിതസ്ഥിതിയിലായിരുന്നില്ല അവർ. വിശേഷിച്ച് ജൂതന്മാർ പറയും അള്ളാഹുവിനും പരലോകത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അവർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അസൂയ കാരണം, വെറുപ്പ് കാരണം, കുശുമ്പ് കാരണം നബിയിൽ വിശ്വസിക്കാത്ത കൂട്ടരാണ് ആര്? ജൂതന്മാര്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തീരെ വിശ്വാസമില്ലാത്ത കൂട്ടരാണ് ഇപ്പുറത്ത് ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലും കൂട്ടര്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷെ അവര് യഥാർത്ഥ വിശ്വാസികളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു. പിന്നെ ഇവിടെ ജനങ്ങളിൽ ചിലരുണ്ട് എന്ന് പറയുമ്പോ ആരാണത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അത് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഖുതുബ പറയുമ്പോൾ ചില പ്രത്യേകമായ ആളുകളുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ എടുത്തുകൊണ്ട് അത് തിരുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കും. ആളുകളുടെ പേരോ അവരുടെ ലക്ഷണമോ അതൊന്നും പറയില്ല. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ. ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ പറയുന്ന ലക്ഷണങ്ങൾ മനസ്സിലാവും, ഇതിനെ കുറിച്ചാണ് ആ പറയുന്നത്. പക്ഷെ ഒരു സവിശേഷത എന്താ? അയാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് എന്നെ കുറിച്ചാണ് എന്ന് ആ സ്വഭാവ സവിശേഷത ഉള്ള ആൾക്ക് മനസ്സിലാവും. എന്നാൽ വേറൊരാൾക്ക് അയാളെ കുറിച്ചാ പറഞ്ഞെന്ന് മനസ്സിലാവില്ല. ഇതാണ് ഇത്തരം ഒരു രീതിയുടെ പ്രത്യേകത. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ആൾക്കാർ മുനാഫിക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പകരം ജനങ്ങളിൽ ഒരു കൂട്ടരുണ്ട്, അവർ നാവ് കൊണ്ട് വിശ്വാസികളാണെന്ന് പറയും, പക്ഷെ അവർക്ക് വിശ്വാസമില്ല. ഈ മനസ്സിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാവും ഇത് ഞങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പൊ ലക്ഷണങ്ങൾ കൊണ്ട് അവരാരാണെന്ന് അള്ളാഹു വിശദീകരിക്കാൻ ഈ ലക്ഷണമുള്ളവർക്ക് മനസ്സിലാവും ഇത് ഞങ്ങളെക്കുറിച്ചാണ്.
എന്നിട്ട് അള്ളാഹു പറഞ്ഞു വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളേ അല്ല. ലൈസു മുഅ്മിനീൻ എന്നല്ല പറഞ്ഞത്, അവർ വിശ്വാസികളല്ല എന്നല്ല പറഞ്ഞത്, അവർ വിശ്വാസികളേ അല്ല ഒരിക്കലും എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വമാഹും ബിമുഅ്മിനീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ അവർ വിശ്വാസികളാണെന്ന് വിചാരിക്കേ വേണ്ടട്ടോ, ഒരു തരിമ്പും വിശ്വാസമില്ലാത്തവരാണവർ. ഇതാണ് അവരുടെ സവിശേഷത. അഥവാ വിശ്വാസമല്ലാതെ ഞങ്ങളും വിശ്വാസികളാണെന്ന് പറയുന്നവരാണ് മുനാഫിക്കുകൾ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കാഫിറുകളാണ്, യഥാർത്ഥ നിഷേധികളാണ് മുനാഫിക്കുകൾ. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെയും പരലോകത്തെയും പ്രവാചകന്മാരൊക്കെ നിഷേധിക്കുന്നവരാണ്, പക്ഷെ അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. ഇതാണ് അവരുടെ സവിശേഷത. പിന്നെ തൊട്ടടുത്ത ആയത്ത് നോക്കുക, 8-ാമത്തെ യുഖാദിഊനല്ലാഹ, അവർ അല്ലാഹുവെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്. വല്ലദീന ആമനൂ, സത്യവിശ്വാസികളെയും പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്. എന്നാൽ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ അവരെ തന്നെയാണ് പറ്റിക്കുന്നത്. വമാ യശ്ഉറൂൻ, അതവരറിയുന്നില്ല എന്ന് മാത്രം. അള്ളാഹിനെ പറ്റിക്കാൻ കഴിയോ യഥാർത്ഥത്തിൽ? ശരിക്കും നമ്മളെ പറ്റിക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലുള്ളത് അറിയില്ല. ഒരാൾ നമ്മളോട് പറയുകയും അയാൾ നമ്മളോട് കാണിക്കുകയും ചെയ്യുന്ന പുറത്ത് കാണുന്നതേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആൾക്കാർ നമ്മളോട് വിശ്വാസിയാണെന്ന് പറയുന്നു, അയാൾ പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, എല്ലാവിധ ആരാധനയുടെ ഹാവങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ട്, അയാൾ വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും അയാൾ വിശ്വാസിയാണ്. മനസ്സിലെ ആൾക്ക് വിശ്വാസമില്ലെങ്കിൽ അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ മുനാഫിക്കാണെന്ന് വിളിക്കാൻ നമുക്ക് കഴിയില്ല. ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരാള് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ലസ്ത മോമിന എന്ന് പറയാൻ പാടില്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നീ മോമിനാണ്, നീ സലാം പറയാം. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമുക്കത് നോക്കാനുള്ള അധികാരമില്ല, കഴിയില്ല. കാരണം മനസ്സിലുള്ളത് അറിയുന്നവൻ അള്ളാഹുവാണ്. യഅലമു മാ ഫിസ് സുദൂർ, അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. മനസ്സിന്റെ അകത്തുള്ളത് അറിയും, നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യുഖാദിഊന അല്ലാഹ, അവർ അല്ലാഹുവിനെ ചതിക്കുന്നു. വല്ലദീന ആമനു, അവർ സത്യവിശ്വാസികളെയും ചതിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, അവരറിയാതെ അവരെ തന്നെ ചതിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നു. ഇത് നമ്മൾ അല്ലാഹ് ചെയ്തു കൊടുക്കുന്ന എന്തെങ്കിലും വലിയ സൗകര്യമാണ്, ഔദാര്യമാണ്. നമ്മൾ വിശ്വാസികളാണ് എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കുന്ന എന്തെങ്കിലും ഉപകാരം എന്നല്ല, അത് നമുക്ക് തന്നെയാണ് ഉപകാരം. നമ്മൾ വിശ്വാസികളായിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന അള്ളാഹ്ക്ക് എന്തെങ്കിലും പറ്റുമോ? കുറെ ആളുകൾ കാഫിറായി, അള്ളാഹ് തോറ്റു എന്ന് പറയാൻ പറ്റുമോ? കുറെ ആളുകൾ വിശ്വാസികൾ, അപ്പൊ അള്ളാഹു ജയിച്ചു. അള്ളാഹു നിങ്ങൾ ആരും വിശ്വാസികളായിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒന്നും പറ്റൂല. നമ്മൾ വിശ്വാസികളാവുകയാണെങ്കിൽ നമുക്കാണ് നല്ലത്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ വിചാരിക്കുന്നത് അള്ളാഹുവിനെ പറ്റിച്ചു എന്നാണ്. ഞങ്ങൾ അള്ളാഹിനെ പറ്റിച്ചു, കാരണം ഞങ്ങൾ വിശ്വാസികളല്ല, പക്ഷെ അത് വിശ്വാസികളാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ എല്ലാവരും ഞങ്ങൾ വിശ്വാസികളാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്, പറ്റിച്ചേ എന്ന് പറയാണ്. എന്നാൽ നിങ്ങളെ തന്നെയാണ് പറ്റിച്ചിരിക്കുന്നത്. അവിശ്വാസികളായതുകൊണ്ട് ആർക്കാ നഷ്ടം? നിങ്ങൾക്കാണ് നഷ്ടം. അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും എന്ന് പറഞ്ഞു. അവർ സ്വയം അവരെ തന്നെയാണ് പറ്റിച്ചിരിക്കുന്നത്, സ്വയം വഞ്ചിതരായിരിക്കുകയാണ് അവർ. ഇതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, അവരെ തന്നെയാണ് പറ്റിച്ചിട്ടുള്ളത്, അവർ തന്നെയാണ് കുഴിയിൽ വീണിട്ടുള്ളത്, പക്ഷെ അവരറിയുന്നില്ല എന്ന് മാത്രം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ അവരുടെ ഒരു ലക്ഷണം കൂടി പറയുകയാണ്, ഫീ ഖുലൂബിഹിം മറദുൻ, അവർ മാനസിക രോഗികളാണ്. അവരുടെ മനസ്സിൽ രോഗമുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ. എന്താണ് ഈ മനസ്സിന്റെ രോഗം? ഇത് ഈ കുതിരവട്ടത്ത് കൊണ്ടുപോകേണ്ട രോഗമല്ല. ഡോക്ടർമാർ ചികിത്സിച്ചാൽ ഭേദമാകുന്ന രോഗമല്ല. അങ്ങനെ ഒരു മാനസിക രോഗമുണ്ട്. ലുനാറ്റിക് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള രോഗം, മെന്റൽ, മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ, അതല്ലത്. ഇത് രോഗം പലതരത്തിലുണ്ട്. രോഗം നമുക്ക് പനി, ചുമ, ഇതൊക്കെ ശരീരത്തിന് വരുന്ന രോഗമാണ്.
എന്നാൽ മനസ്സിന് വരുന്ന രോഗമുണ്ട്. അസൂയ, കുശുമ്പ്, കുറുമ്പ്, അഹങ്കാരം, ഇതൊക്കെ മനസ്സിന് വരുന്ന രോഗങ്ങളാണ്. ഇതുപോലുള്ള മനസ്സിന് വരുന്ന ഒരു രോഗമാണ് നിഫാഖ്. മരുന്ന് കുടിച്ചാൽ മാറില്ല, പക്ഷെ അതൊരു രോഗമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ മുനാഫിക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ മനസ്സുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറളാ, ആ രോഗം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞില്ലേ, ഹൃദയത്തിൽ അല്ലാഹു സീല് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതേപോലുള്ള ഒരു പദപ്രയോഗമാണിതും. അവര് ഇങ്ങനെ കാപട്യം വെച്ച് പുലർത്തിയപ്പോൾ അവർ വിചാരിച്ചത് നല്ല സുഖാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരങ്ങനെ വിട്ടു. എന്നാ പിന്നെ നിങ്ങൾ കുറച്ച് അങ്ങനെ നടക്കി. അതാണ് ഫസാദഹുമുല്ലാഹു മറളാ എന്ന് പറഞ്ഞത്. അതങ്ങനെ അല്ലാഹു വിട്ടുകൊടുത്തു. കൂടട്ടെ കൂടട്ടെ. ഫസാദഹുമുല്ലാഹു മറളാ. എന്നിട്ട് അല്ലാഹു പറയുന്നു വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. ഈ കള്ള നിലപാട്, ഈ കാപട്യ നിലപാട് സ്വീകരിച്ചത് കാരണം നാളെ അല്ലാഹുവിന്റെ അടുത്ത് അവർക്ക് വളരെ കഠിനമായ വേദനാജനകമായ ശിക്ഷ ഉണ്ടാകും. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിൽ കടന്ന് അവർ നരകിക്കേണ്ടി വരും. കാരണം വളരെ കാപട്യപൂർണമായ നിലപാടാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് അവരുടെ പ്രത്യേകത. ഇനി ഈ ഒരു മനസ്സിലെ രോഗം കൊണ്ട് അവർ എന്തൊക്കെയാണ് നിലപാടുകൾ എടുക്കുന്നത്, എന്തൊക്കെ നിലപാടാണ് അവർ പുറത്തേക്ക് കാണിക്കുന്നത്, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു പറയാൻ പോകുന്നത്. അപ്പൊ അവരുടെ ദീനം പിടിച്ച മനസ്സാണ്, രോഗം പിടിച്ച മനസ്സാണ്. മനസ്സിൽ അഹങ്കാരം കൊണ്ടാണ് ജൂതന്മാര് നബിയിൽ വിശ്വസിക്കാത്തത്. അഹങ്കാരം കൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലും കൂട്ടരും നബിയിൽ വിശ്വസിക്കാത്തത്. അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും കുറുമ്പ് കൊണ്ടുമാണ്. ഇത് അവരുടെ മനസ്സിന്റെ രോഗമാണ്. ഈ രോഗം എന്നാ കുറച്ചങ്ങനെ കിടക്കട്ടെ എന്നുള്ള വെച്ചു. കാരണം അവർ സ്വയം തന്നെ എടുത്ത് അണിഞ്ഞ ഒരു കുപ്പായമാണ് നിഫാഖിന്റെ കുപ്പായം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവരുടെ ബാക്കിയുള്ള നിലപാടുകൾ എന്താണെന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.